നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന ഈ വിഷയം ലോട്ടറി വിഷയമാണ്. ഈ ആഴ്ചയിൽ ലോട്ടറി അടിക്കാവുന്ന, അതായത് 5000 രൂപ വരെയും അടിക്കാവുന്ന 4 അക്ക നമ്പറാണ് ഞാനിവിടെ ഈ ആഴ്ചയിൽ ഈ വീഡിയോയിൽ പറയുന്നത്. പലരും എന്നെ വിളിച്ചിരുന്നു, ഈ കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോ ഇടാത്ത എന്തുകൊണ്ടാണെന്നും നമ്പർ കിട്ടിയില്ല എന്നും പറഞ്ഞ് പലരും എന്നെ വിളിച്ചിരുന്നു. അവർക്ക് ഞാൻ നമ്പർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. ചില സാങ്കേതിക കാര്യങ്ങളാൽ കഴിഞ്ഞ ആഴ്ച ലോട്ടറി വീഡിയോ ഇടാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ആഴ്ച ഇപ്പൊ നേരത്തെ ഇടുന്നു. അപ്പോ ഈ ആഴ്ചയിൽ ഇടുന്ന ലോട്ടറി നമ്പർ ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പർ ചേർത്തിട്ടുള്ള നമ്പറാണ്. ചിലര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അവരുടെ ഭാഗ്യ നമ്പർ ഏതാണെന്ന്. ആ ഭാഗ്യ നമ്പർ പ്രകാരമുള്ള നമ്പർ ഇടാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നെന്ന് മാത്രം. കാരണം എന്നാൽ കഴിയുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോ ഈ നമ്പറിൽ കൂടി നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യം വീഡിയോ നീട്ടലില്ല ആ ഭാഗ്യ നമ്പറിലേക്ക് കടക്കുകയാണ്. അപ്പോ ഓരോ നക്ഷത്രക്കാർക്കും ഒരു ഭാഗ്യ നമ്പർ ഉണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ ഭാഗ്യ നമ്പർ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നമ്പറാണ്, ലോട്ടറി അടിക്കാവുന്ന ഒരു നമ്പറാണ് ഈ ആഴ്ചയിലെ വീഡിയോയിൽ ഞാൻ ഇടുന്നത്. അപ്പൊ ആദ്യം തന്നെ അശ്വതി, മകം, മൂലം, ഇതൊരു ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അശ്വതി, മകം, മൂലം ഒരേ ഗ്രൂപ്പുകാരാണ് ഇവര്. ആ ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഞാൻ ഇനി പറയുന്ന നമ്പർ പരീക്ഷിക്കാവുന്നതാണ്. നമ്പർ എഴുതിയെടുത്തോളൂ. 2, 7, 9, 7. ഞാൻ ഒന്നുകൂടി പറയാം. 2, 7, 9, 7. അടുത്ത 4 അക്ക നമ്പറാണ് പറയാൻ പോകുന്നത്. അടുത്ത 4 അക്ക നമ്പർ 2, 5, 2, 5. വീണ്ടും 2, 5. അങ്ങനെ 2, 5, 2, 5. ആ 4 അക്ക നമ്പർ. ഇനി അടുത്ത 4 അക്ക നമ്പർ ഈ അശ്വതി, മകം, മൂലം നക്ഷത്രക്കാരുടെ തന്നെയാണ് കേട്ടോ. 1, 4, 9, 7. 1, 4, 9, 7. അടുത്ത 4 അക്ക നമ്പർ 2, 1, 2, 1. 2, 1, 2, 1. അതാണ് അടുത്ത 4 അക്ക നമ്പർ. അടുത്ത 4 അക്ക നമ്പർ 6, 6, 9, 7. 6, 6, 9, 7. ഇത് അശ്വതി, മകം, മൂലം ഈ നക്ഷത്രക്കാർക്ക് പരീക്ഷിക്കാവുന്ന നമ്പറാണ്. ഇനി അടുത്ത നമ്പർ ആരുടെയും നോക്കാം. ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രക്കാരുടെയും. ഭരണി, പൂരം, പൂരാടം. ഈ ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാരുടെ ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പർ നോക്കാം. 9, 6, 6, 7. 9, 6, 6, 7. അടുത്ത ഭാഗ്യ 4 അക്ക ഭാഗ്യ നമ്പർ 2, 8, 3, 6. 2, 8, 3, 6. 2, 4, 4, 7. 2, 4, 4, 7. അടുത്ത 4 അക്ക നമ്പർ 1, 9, 2, 6. 1, 9, 2, 6. അടുത്ത 4 അക്ക നമ്പർ 1, 8, 2, 8. 1, 8, 2, 8. ഇത് ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാരുടെ 4 അക്ക നമ്പറാണ്. ഇനി അടുത്തത് കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രം. ഇതൊക്കെ ഒരു ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം. ഇവരുടെ ഭാഗ്യ നമ്പർ 1, 1, 1, 6. 1, 1, 1, 6. 99, 27. 99, 27. അതായത് 9, 9, 2, 7. അടുത്ത 4 അക്ക നമ്പർ 3, 7, 3, 9. 3, 7, 3, 9.
അടുത്ത 4 അക്ക നമ്പർ 2248. 2248. അടുത്ത 4 അക്ക നമ്പർ 1661. 1661. അടുത്ത ഈ 4 അക്ക. ഇനി അടുത്തത് രോഹിണി അത്തം തിരുവോണം. രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പറാണ് പറയുന്നത്. 2266. 2266. അത് കഴിഞ്ഞാൽ 1618. 1618. അത് കഴിഞ്ഞ 1597. 1597. അടുത്ത 4 അക്ക നമ്പർ 2932. 2932. അടുത്ത 4 അക്ക നമ്പർ 1641. 1641. ഇനി അടുത്ത നക്ഷത്രങ്ങൾ മകീരൻ, ചിത്തിര, അവിട്ടം. മകീരൻ, ചിത്തിര, അവിട്ടം ഇവരുടെ 4 അക്ക നമ്പറാണ് പറയുന്നത്. 9927. 9927. 2796. 2796. 2426. 2426. അടുത്ത 4 അക്ക നമ്പർ 1637. അതായത് 1637. 1637. അടുത്തത് 1744. അതായത് 1744. ഇത് മകീരൻ, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ. ഇനി അടുത്തത് തിരുവാതിര, ചോതി, ചതയം ഈ 3 നക്ഷത്രങ്ങളുടെ ഭാഗ്യ നമ്പർ 4412. 4412. 2114. 2114. 8622. 8622. 1836. 1836. 9844. 9844. ഇത് തിരുവാതിര, ചോതി, ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ. ഇനി അടുത്തത് പുണർദം, വിശാഖം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാരുടെ നമ്പറാണ്. 1363. 1363. 1319. 1319. 1423. 1423. 3608. 3608. 4633. 4633. ഇത് പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പറാണ്. ഇനി അടുത്ത നമ്പർ പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാരുടേതാണ്. പൂയം, അനിഴം, ഉത്രട്ടാതി ഇവരുടെ ഭാഗ്യ നമ്പർ 8248. 8248. 2212. 2212. 7464. 7464. 2109. 2109. 7637. 7637. ഇത് പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പറാണ് പറഞ്ഞത്. ഇനി അടുത്തത് ആയില്യം, കേട്ട, രേവതി. ആയില്യം, തൃക്കേട്ട, രേവതി ഇവരുടെ ഭാഗ്യ നമ്പർ 2557. 2557. 1912. 1912. 1337. 1337. 1409. 1409. 4634. 4634. ഇത്രയും ഓരോ നക്ഷത്രക്കാരുടെയും 5 നമ്പർ വീതം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഇഷ്ടമുള്ള നമ്പർ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പർ കണക്ക് കൂട്ടിയെടുത്ത ഒരു നമ്പറാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ജാതകപരമായോ നക്ഷത്രപരമായോ നല്ല സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഫലം കിട്ടും, ഉറപ്പാണ്. അപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പൊ എന്താ സമയം എന്നൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം ടിക്കറ്റ് എടുക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാശിന് ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് എടുത്തെന്ന് വരാം, അല്ലെങ്കിൽ ലോട്ടറി അടിക്കട്ടെ എന്ന് കരുതി എടുത്തെന്നും വരാം. എല്ലാവരും ജാതകവും നക്ഷത്രമൊക്കെ നോക്കിയിട്ടല്ലല്ലോ എടുക്കുന്നത്, ഇല്ലേ? എന്നിരുന്നാലും നിങ്ങളുടെ സമയം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് സമയം?
ആ സമയത്തിന് എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ദോഷങ്ങൾ, അതൊക്കെ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്താവുന്നതാണ്. ഇനി ജാതകം പരിശോധിക്കാനായിട്ട് ജാതകം ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സമയവും കിട്ടിയാൽ ജാതകം പരിശോധിച്ച് പറഞ്ഞു തരാവുന്നതാണ്. അപ്പൊ ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജാതക പരിശോധന സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഇതിന്റെ കമന്റുകൾ നിങ്ങൾ ഇതിലിടയും വേണം. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നവര് അതിന്റെ ഒരു കമന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അപ്പൊ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.